friends, welcome back to our channel. രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സിന്റെ ഓണപരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മറ്റുള്ള സബ്ജക്റ്റിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ മാത്സിന്റെ മലയാളം മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ രണ്ടാം ക്ലാസ്സിലെ മാത്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പാഠത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസും ആക്ടിവിറ്റീസും അടങ്ങിയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഓണപരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും നോക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കും ഈ വർഷത്തെ നമുക്ക് നാളെ നടക്കാൻ പോകുന്ന എക്സാമിന് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് 5 ആക്ടിവിറ്റീസ് ആണുള്ളത്. അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലെറ്റ്സ് ഡ്രോ ആൻഡ് റൈറ്റ്, ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്, ഹൂ ആം ഐ, ലെറ്റ്സ് ഫൈൻഡ്, ലെറ്റ്സ് ഡ്രോ, അങ്ങനെയുള്ള 5 ആക്ടിവിറ്റീസ് ആണ്. ദെൻ ഇൻസ്ട്രക്ഷൻ, ആൻസർ ഓൾ ആക്ടിവിറ്റീസ്, എല്ലാ ആക്ടിവിറ്റീസിനും ഉത്തരം എഴുതണം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം ആക്ടിവിറ്റീസ് നോക്കുക, അതിനുശേഷം ഇൻസ്ട്രക്ഷൻസ് നോക്കുക, അതിനുശേഷമാണ് നിങ്ങൾ ആൻസറുകളെല്ലാം എഴുതി തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി ലെറ്റ്സ് ഡ്രോ ആൻഡ് റൈറ്റ് എന്നതാണ്. അതായത് ഇവിടെ എന്താണ്, കംപ്ലീറ്റ് ദ പിക്ചർ ഓഫ് ദ ഹൗസ് ആൻഡ് കളർ ഇറ്റ്. അപ്പോൾ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ എന്തായാലും ക്രയോൺ കൊണ്ടുപോകണം. കളർ ചെയ്യാനുള്ള ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ക്രയോൺ ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മാർക്ക് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ക്രയോണുമായിട്ടാണ് എക്സാം ഹാളിലേക്ക് കയറാൻ പാടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് വരച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ സ്കെയിലൊക്കെ എടുത്തിട്ട് കുറച്ച് മനോഹരമായിട്ട് തന്നെ വരക്കാൻ ശ്രമിക്കുക. ദെൻ നമുക്ക് ഇവിടുന്ന് അതേ സൈഡിലുള്ളത് പോലെ വരക്കുക. ദെൻ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ വരക്കുക. ദെൻ നമുക്ക് ഇങ്ങനെ വരക്കാം. അതിനുശേഷം ഒരു ഇത് വരക്കാം. ദെൻ അങ്ങനെ നമുക്ക് ഒരു ജനാല പോലെ വരക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുക. അതുപോലെ നമുക്ക് ഇങ്ങനെ ലൈൻസ് ഇടാം. ഓക്കെ, അതിനുശേഷം ക്രയോൺ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കളേഴ്സൊക്കെ നൽകുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനോഹരമായിട്ട് തന്നെ കളേഴ്സൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ അതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റിയുടെ എ ചോദ്യം എന്ന് പറയുന്നത്. അടുത്ത ബി ചോദ്യം ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ് എന്നാണ്. അതായത് നിങ്ങളോട് കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ഷേപ്പ്. അതായത് നമ്മളോട് കൗണ്ട് ചെയ്തിട്ട് നമ്പേഴ്സ് എഴുതാനാണ് ഷേപ്പിന്റെ. ഫസ്റ്റ് സർക്കിൾ ആണ്. ഇപ്പൊ സർക്കിൾ എത്ര എണ്ണുന്നുണ്ട്? 1 2 3 4 5 6 7 8 9 10. അപ്പൊ നമുക്ക് 10 എണ്ണമാണ്. അപ്പൊ നമുക്ക് ഇവിടെ 10 എന്ന് എഴുതാം. ദെൻ റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതെന്താണ്, ഇത് സ്ക്വയർ ആണല്ലേ. അപ്പൊ നമുക്കിത് വേണ്ട. 1 2 3 പിന്നെന്താണ്, ഇതും സ്ക്വയർ ആണ്. വേണമെങ്കിൽ നമുക്ക് ഇത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 1 2 3 4 5 6 7 8. വേണമെങ്കിൽ നമുക്ക് ഇതും ആഡ് ചെയ്യാം. അപ്പോൾ 8 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇതും ആഡ് ചെയ്യാമെങ്കിൽ 10 എന്നാവുന്നതാണ്. ദെൻ ട്രയാങ്കിൾ എത്ര എണ്ണമാണ്? ട്രയാങ്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 പിന്നെ ഇവിടെ ട്രയാങ്കിൾ മേലെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ മൊത്തം എത്ര എണ്ണമാണ്? മൊത്തം 4 എണ്ണമാണ്. അപ്പോൾ 4 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ. ദെൻ അടുത്തത് എന്ന് പറയുന്നതാണ് ആക്ടിവിറ്റി 2 ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. നമുക്ക് നമ്പേഴ്സ് ഉണ്ടാക്കാം. എ ചോദ്യം കംപ്ലീറ്റ് ദ മിസ്സിംഗ് കോളം. ഈ മിസ്സിംഗ് ആയിട്ടുള്ള കോളം കംപ്ലീറ്റ് ചെയ്യാനാണ്. ആദ്യത്തെ ഒരു എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 10 10 10 എത്രയാണ്? 30 ആണ് അല്ലേ. ദെൻ 1 1 1 1 അപ്പോൾ അത് 4 ആണ്. അപ്പോൾ 30 + 4 34 എന്നാണ് വരിക. അപ്പോൾ നമുക്കിവിടെ 34 എന്ന് ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റുള്ളതിന് വിട്ടുപോയ സ്ഥലത്ത് അനുയോജ്യമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 10 കൊടുത്തിട്ടുണ്ട്. ബാക്കി 4 1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 + 1 1 1 1 അപ്പോൾ എത്ര? 4. 10 + 4 14 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ 14 ആണ് ആൻസർ. ദെൻ ഇവിടെ 23 ആണ് അവസാനത്തെ ആൻസർ. ഇവിടെ 2 10 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര 1 വേണം? 10 20 അത് 23 ആവണമെങ്കിൽ 3 1 വേണം. അപ്പോൾ നമുക്ക് 1 എഴുതാം. 1. ദെൻ ഇവിടെ 44 44ന് 4 ഒന്നുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം 44 - 4 ആണെങ്കിൽ 40 ആണ്. അപ്പം 40 എന്ന് പറയുമ്പോൾ 10 4 അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉത്തരമാകുന്നതാണ്. അപ്പം നമുക്ക് 10 10 10 10. ഇവിടെ 36 ഇവിടെ 6 കൊടുത്തിട്ടുണ്ട്. ബാക്കി
3 10 വേണ്ടത്. അപ്പോൾ നമുക്ക് 3 10 ഇവിടെ എഴുതാം. അപ്പോൾ അങ്ങനെയാണ്. ഇനി അടുത്തത് write these numbers from smallest to largest. അതായത് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നുണ്ട്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ളത് ഏറ്റവും ചെറുത് ഏതാ? 14 ആണ്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് 1 നെറ്റ് വെക്കാം. പിന്നെ 14 കഴിഞ്ഞാൽ എത്രയാണ്? 23 ആണ്. പിന്നെ 34 ആണ്. പിന്നെ 36 ആണ്. പിന്നെ 44 ആണ്. അപ്പോൾ നമുക്കിത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 14, 23, 34, 36, 44. അപ്പോൾ ഇങ്ങനെയാണ് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്ന് പറയുമ്പോൾ എഴുതേണ്ടത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അടുത്തത് ഹൂ ആം ഐ, ഞാൻ ആര്? ലെറ്റ്സ് ഫൈൻഡ് മീ ആൻഡ് റൈറ്റ് ഓൺ ദ ഫ്ലവർ പോട്ട്. എന്നെ കണ്ടുപിടിച്ചിട്ട് ആ ഫ്ലവർ പോട്ടിൽ എഴുതുക. റൈറ്റ് ഓൾസോ വിത്ത് ദ ഫ്ലവേഴ്സ് ഓൾസോ, പൂക്കളിൽ എന്നെ കുറിച്ചിട്ട് എഴുതുകയും വേണം. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കാം. ബിറ്റ്വീൻ 31 and 33, അതായത് 31ൻ്റെയും 33യുടെയും ഇടയിൽ എന്ന് പറയുമ്പോൾ ഒരെണ്ണം മാത്രമാണ്. അപ്പോൾ 32 ആണ്. അപ്പോൾ 32വിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദെൻ 2 more than 30, 30ൽ നിന്ന് 2 more than പറഞ്ഞാൽ 32 തന്നെയാണ്. ദെൻ ഇത് കൂട്ടുമ്പോൾ നമുക്ക് 32 ആണ് കിട്ടുക. 10 + 10 + 2, 4 less than 36, 36 - 4 എന്ന് പറഞ്ഞാൽ 32 ആണ് കിട്ടുക. ബാക്കിയുള്ളത് നമ്മളോട് എഴുതാനാണ്. അപ്പോൾ നമുക്ക് എഴുതാം 3 less than 35, 35 - 3, 32 ആണ്. അതായത് അവസാനം ഒരേ ആൻസർ എല്ലാത്തിനും വരണം. അപ്പോൾ 2 more than 29, 29 + 3 എന്ന് പറയുന്നത് 32 ആണ്. ദെൻ നമുക്ക് ഇവിടെ 10 + 20 + 2, 32 തന്നെയാണ് വരിക. 2 less than 34, 34 - 2, that is also 32. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ആൻസർ എല്ലാത്തിലും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 32 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫ്ലവേഴ്സിൽ എഴുതുക. അതുപോലെ തന്നെ ആ ഫ്ലവർ പോട്ടിൽ എന്താ എഴുതേണ്ടത്? അതിൽ നിന്ന് ഏത് നമ്പറാണ് നമുക്ക് കിട്ടിയത്? നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് 32 ആണ് കിട്ടിയിട്ടുള്ളത്. ദെൻ അടുത്തതാണ് ആക്ടിവിറ്റി 4, ലെറ്റ്സ് ഫൈൻഡ് എന്ന് പറഞ്ഞിട്ടാണ്. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 99 and 100 and 100 not 1. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സാണ് എഴുതിയിട്ടുള്ളത്. ദെൻ ഇവിടെ 121, 121 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്തായിരിക്കും? ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുന്നത് 120 ആയിരിക്കും. ദെൻ റൈറ്റ് സൈഡിൽ 122 ആയിരിക്കും. ദെൻ ഇവിടെ 150, 151 കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് എത്ര എഴുതാം? 149 ആണ് ഇവിടെ. ഓക്കെ, അപ്പോൾ അത് എഴുതുക. അത് എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് എളുപ്പത്തിൽ തന്നെ എഴുതാൻ പറ്റും. ദെൻ അടുത്തത് കംപ്ലീറ്റ് ഇറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 110, 120, 130. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലെയും പ്ലസ് 10 ആണ് കൂടുന്നത്. അപ്പോൾ ഇവിടെ എത്ര? 140, 150 എന്ന് വരും. ദെൻ ഇവിടെ നോക്കുകയാണെങ്കിൽ 160, 150, 140. ഇവിടെ -10 ആണ്. അപ്പോൾ നമുക്ക് 130, 120 എന്നായിട്ടാണ് കുറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദെൻ ലെറ്റ്സ് ഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് വരക്കാൻ. ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതേ ഷേപ്പുള്ളത് ഇതാണ്, ഇതേ ഷേപ്പുള്ളത് ഇതാണ്, ദെൻ സിലിണ്ടർ ഷേപ്പ് ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് മാച്ച് ചെയ്യേണ്ടത്. വളരെ എളുപ്പമുള്ളതായിരുന്നു. ദെൻ അടുത്തതാണ് ഹൂ ഈസ് നെക്സ്റ്റ്. അതായത് ട്രയാങ്കിൾ ഇവിടെ, സർക്കിൾ ഇവിടെ, ട്രയാങ്കിൾ ഇവിടെ, സർക്കിൾ ഇവിടെ, ട്രയാങ്കിൾ ഇവിടെ, സർക്കിൾ ഇവിടെ. ഇനി അടുത്തത് എങ്ങനെയായിരിക്കും? അതായത് ഇങ്ങനെ വന്നിട്ട് എവിടെയായിരിക്കും? ഈ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്, ഈ സൈഡിൽ. അപ്പോൾ ഈ സൈഡിലായിരിക്കും നമുക്ക് ഇനി അടുത്തത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ട്രയാങ്കിൾ എല്ലാ സൈഡിലുണ്ട്. അപ്പോൾ ഈ സൈഡിലായിരിക്കും ട്രയാങ്കിൾ വരുന്നത്. അപ്പോൾ ഇതേ ഷേപ്പുള്ളത് ഏതാണ്? ഇതാണല്ലേ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അതിന് ടിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിയുടെ ഉത്തരം അതാണ്. ദെൻ സി എന്ന് പറയുന്നത് സർക്കിൾ ആൻഡ് ഓഡ് വൺ. ഇതിലെ ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണ്? ഈ 3 ഒരേ ഷേപ്പാണ്, പക്ഷെ ഇത് ഒരേ ഷേപ്പ് അല്ല. അപ്പോൾ ഇതാണ് ഓഡ് വൺ. അപ്പോൾ ഇതിനെ നമുക്ക് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ പാഠങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എണ്ണാനും അതുപോലെ തന്നെ കളർ ചെയ്യാനും ഒക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ പോകാൻ. ഇപ്പോൾ ക്രയോണുമായിട്ടാണ് എക്സാം ഹാളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇനി എന്തെങ്കിലും പാഠഭാഗത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. പാഠങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, മലയാളം എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ അതെല്ലാം കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.